ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല രൂപത്തിലും ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് സംഘടനാ വിഭാഗങ്ങളായിട്ട്, അതുപോലെ ഒരുപാട് മത, രാഷ്ട്രീയ, അതല്ലെങ്കിൽ സാമൂഹിക പല രൂപത്തിലും സംഘടനകൾ ഉണ്ടാക്കി അവർ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ബയോളജിക്കലി അവർ പെറ്റുപെരുക്കാനും മറക്കുന്നില്ല. തന്നെയുമല്ല, അവർ മറ്റുള്ളവരെ ഇല്ലാതാക്കിയാലും ഇവര് ഭൂരിപക്ഷമാകുമല്ലോ, ഇവര് പെറ്റുപെരുകിയാലും ഭൂരിപക്ഷമാകും. ഇനി പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാലും നമുക്ക് ഭൂരിപക്ഷമാകാം. അങ്ങനെ പല രൂപത്തിലും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുക്കളെ മുഴുവനും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട് വെറുതെയല്ല. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഒരു നിമിഷാർത്ഥ നേരം പോലും അറിയാത്ത രൂപത്തിൽ കൊല്ലാൻ മാർഗങ്ങളുണ്ട്. സയനൈഡ് മാത്രമല്ല, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഐസിസുകാർ വാള് തന്നെ ഉപയോഗിക്കുന്നത്? ഈ സമാധാനത്തിന്റെ മതം പടുത്തുയർത്തപ്പെട്ടത് വാളുകൊണ്ടാണ്. വാളില്ലെങ്കിൽ ഇസ്ലാമില്ല, സെക്സ് ഇല്ലെങ്കിൽ സ്വർഗവുമില്ല, നബി ഇല്ലെങ്കിൽ പടച്ചോനുമില്ല. അതാണ് ഇവരുടെ അജണ്ട. ഇങ്ങനെ പല രൂപത്തിലും ഇവർ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ വാൾപ്പയറ്റ് ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ നരേന്ദ്രമോദിയാണല്ലോ ഭരിക്കുന്നത്. ഒരുപക്ഷെ മൗനി ബാബയുടെ കയ്യിലൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പ രൂപത്തിൽ നമുക്കിതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് ഇവർക്ക് അറിയാം, ഇവർ വിചാരിച്ചാലൊന്നും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ഇച്ചിരി പാടാ, ഇച്ചിരി പുളിക്കുമെന്ന് പറയാറില്ലേ, അതുപോലെ ഇനിയും ഒരൊറ്റ മാർഗമേ ഉള്ളൂ: ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക. ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തിയും ഭീതിപ്പെടുത്തിയും അവരെ അമർച്ച ചെയ്യുക. ആരും ശബ്ദിക്കരുത്, അവര് വാ തുറക്കരുത്, അവര് ഭയക്കണം. കുറെ തീയിടുക, കച്ചവട സ്ഥാപനങ്ങൾ, കടകൾ അടിച്ചു നിരത്തുക, വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, കുറേയധികം ആളുകളെ വളരെ ക്രൂരമായ രൂപത്തിൽ ഉപദ്രവിക്കുക. അപ്പൊ മറ്റുള്ളവരെ കണ്ട് ഭയന്ന് പിന്മാറും. ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. ജോസഫ് മാഷ് ഇരയായതോടുകൂടി അദ്ദേഹത്തിന്റെ കയ്യും കാലും കൊടുത്ത്, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കൊടുത്ത് അദ്ദേഹം ഉണ്ടാക്കി തന്നതാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ വിമർശിക്കാനുള്ള ധൈര്യവും ആർജവവും നിർഭയത്വവും. കാരണം ആ മനുഷ്യനാണ് അനുഭവിച്ചത് ഏറെയും. അപ്പൊ അതോടുകൂടി ഏതാണ്ട് ഇസ്ലാം മത വിമർശനം അവസാനിക്കുമെന്നാണ് ഇവർ കരുതിയത്. പക്ഷെ നടന്നില്ല. ക്രിസ്ത്യാനികൾ കുറച്ചുകൂടി ബോൾഡായി. ആന്റണി അച്ഛന്റെ കാര്യം വന്നപ്പോഴും, ഫാദർ ജോൺസണിന്റെ കാര്യം വന്നപ്പോഴും, അതുപോലെ പാലാ ബിഷപ്പിന്റെ കാര്യം വന്നപ്പോഴും പാറ പോലെ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് ഉറച്ചു നിന്നു. തലയെടുക്കാൻ വരണമെങ്കിൽ വന്നോ കുഴപ്പമില്ല, പക്ഷെ എടുക്കാൻ വരുന്നവന്റെ തല ആദ്യം ഇവിടെ വീഴും. ഉറച്ചു നിന്നു. PC ജോർജിനെ പോലെയുള്ള ആളുകൾ മുമ്പിൽ നിന്ന് പ്രതിഷേധത്തിന് നേതൃത്വം വഹിച്ചു. അതോടുകൂടി ഏതാണ്ട് അവർക്ക് മനസ്സിലായി, ഇനിയും പഴയതുപോലെ ഒന്നും നടക്കത്തില്ലെന്നേ. അപ്പോൾ ഇനിയും അടുത്ത മാർഗം ഹിന്ദുക്കളെ മാതൃകാപരമായിട്ട് ഇല്ലാതാക്കുക. അത് ചുടാനാണ് അവരുടെ തീരുമാനം. 2022 നടന്ന ഡൽഹിയിൽ നടന്ന CAA NRC വിരുദ്ധ കലാപം ഓർമ്മയിൽ നിരവധി സംഭവ വികാസങ്ങളാണ് അന്നുണ്ടായത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ കൃത്യമായ ഇടപെടലും ഡൽഹി പോലീസിന്റെയും സൈന്യത്തിന്റെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ കൃത്യമായ നടപടികൾ മൂലമാണ് വലിയ തോതിൽ ആ കലാപം പടർന്നു പിടിക്കാതെ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള സിദ്ദിഖ് കാപ്പൻ എന്ന വ്യക്തി അടക്കമുള്ള പലരും ഇവിടെ വലിയ കലാപത്തിന് ശ്രമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ തന്നെ ദേശീയ മാധ്യമങ്ങൾ വരെ പുറത്തുവിട്ടു. ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ അശോക് നഗറിൽ ഒരു പള്ളി കത്തിച്ചു എന്ന് പറഞ്ഞ തെറ്റായ വാർത്ത നൽകിയതൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയാണ്. ഈ സമയത്ത് ഒരു ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ ഉണ്ടായിരുന്നു. അയാളുടെ പേര് താഹിർ ഹുസൈൻ. ഇയാളുടെ വീട്ടിൽ നിന്ന്, താമസ സ്ഥലത്ത് നിന്ന് വീപ്പകണക്കിന് പെട്രോൾ ബോംബ് ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെയുള്ള മാരകായുധങ്ങളും ഒക്കെ കണ്ടു. ഈ വാർത്ത അന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തത്വമൈ ന്യൂസാണ്. ഞാനാണ് ആ വാർത്ത അവതരിപ്പിച്ചത്. കൃത്യമായി തന്നെ അവിടെ വലിയ കലാപം ആളിക്കത്തിക്കാൻ, കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് കൂടുതൽ തീവ്രമാക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഈ താഹിർ ഹുസൈൻ എന്ന് പറയുന്ന ജിഹാദി കൗൺസിലർ, ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറാണ്. പക്ഷേ ഇയാൾ ഒരു ജിഹാദി തീവ്രവാദി കൂടിയാണ് എന്ന് ഇപ്പോൾ ഡൽഹി കോടതി കണ്ടെത്തി. ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ഇയാളുടെ വീട്ടിൽ ഏതാണ്ട് 50-ലധികം പേർ തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ ഒത്തുകൂടുകയും ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനും ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പെട്രോൾ ബോംബ് ഉൾപ്പെടെ വർഷിച്ച് കലാപവും അതുപോലെ തന്നെ ഭീകരാക്രമണവും നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു എന്നത് വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, പക്ഷേ തോറ്റു. ഏതാണ്ട് 33,000-ഓളം വരിയൊക്കെ വോട്ട് ചെയ്തു. അത് ആം ആദ്മി പ്രവർത്തകരും തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവരുമൊക്കെ ആരുമാകട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി ഒരു പ്രദേശത്തെ ഇല്ലാതാക്കാൻ, അവിടുത്തെ ഹൈന്ദവ വിഭാഗത്തെ ഇല്ലാതാക്കാനും കലാപം കലുഷിതമാക്കാനും രൂക്ഷമാക്കാനും ശ്രമിച്ചത് അത് ഒരു ചെറിയ കാര്യമല്ല. അതിനെ അങ്ങനെ ലാഘവത്തോടെ നോക്കിക്കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഈ ഒരു ജഡ്ജ്മെന്റ് നടത്തിയിരിക്കുന്നത്, ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി പേർ ആം ആദ്മി പാർട്ടിയിൽപ്പെട്ടവരും കോൺഗ്രസിൽപ്പെട്ടവരും CPM-ൽപ്പെട്ടവരും ഒക്കെ തന്നെ അത്തരത്തിൽ കലാപം ആളിക്കത്തിക്കാൻ തങ്ങളെ കൊണ്ടാവും വിധം ശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ കലാപം ആളിക്കത്തിയില്ല. ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രതിരോധ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ താഹിർ ഹുസൈനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇയാളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇയാൾക്ക് അനുകൂലമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടൊക്കെ തന്നെ പല തീവ്രവാദ ഗ്രൂപ്പുകളും പിന്നീട് രംഗത്ത് വന്നു. ഇയാൾക്ക് ഒരു ജനപ്രതിനിധിയാണ്, ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ടൊക്കെ തന്നെ ആ സമയത്ത് 2022 മുതൽ ഇങ്ങോട്ട് ധാരാളം പോസ്റ്റുകളും ഒക്കെ തന്നെ വരികയും ചെയ്തു. അപ്പം ഇതാണ് ഒരു ആം ആദ്മി പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ രീതി. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഹൈന്ദവരെ ഇല്ലാതാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി പെട്രോൾ ബോംബുകൾ അടക്കം ശേഖരിച്ചു വെച്ചുകൊണ്ട്, മാരകായുധങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ട്, സ്വന്തം വീട്ടിൽ ശേഖരിച്ചു വെച്ചുകൊണ്ട് നടത്തിയ ഇത്തരം ക്രൂരമായ ഒരു നടപടി അതൊരിക്കലും ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾക്ക്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും. ഇയാളെ ആജീവനാന്തം ജയിലിലായുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഉണ്ടാകും. കാരണം ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയും ആയുധങ്ങളും പെട്രോളും അടക്കം ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വളരെ കാര്യമായി തന്നെ നോക്കിക്കാണുന്നു. താഹിർ ഹുസൈന് ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ, അരവിന്ദ് കെജ്രിവാൾ പിന്നെ അഴിമതി കേസാണ്, അത് പിന്നെ പുറത്തിറങ്ങാൻ വേണം ജാമ്യം കിട്ടി, അങ്ങനെയാണ് അയാൾ പുറത്തിറങ്ങി. ഇതങ്ങനെയല്ല, ഇത് കലാപാഹ്വാനം മാത്രമല്ല, കലാപം ഉണ്ടാക്കാൻ, പ്രത്യേക ജനവിഭാഗത്തെ കൊന്നൊടുക്കാൻ ആയുധങ്ങളും അനുബന്ധ ഘടകങ്ങളും ശേഖരിച്ചു എന്നത് ചെറിയ കേസ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇയാളെ ഇനിയിപ്പോ കുറ്റവിമുക്തനാക്കി, ഇയാളെ പാപമാണ്, ഇയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കെ തന്നെ ഇയാൾക്ക് വേണമെങ്കിൽ ഇലക്ഷന് മത്സരിക്കാൻ. ഇയാൾക്ക് MLA ആകാം, MP ആകാം, എന്ത് മന്ത്രിയാകണോ അതുമാകാം. അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ചെയ്യാനും ആരും മടിക്കില്ല, യാതൊരു സംശയവുമില്ല. കാരണം ബംഗ്ലാദേശിലാണെങ്കിലും ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം എങ്ങനെയാണ് അവസാനിച്ചത്? ഹിന്ദു വിരുദ്ധത, ഹിന്ദുക്കളെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള നടപടിക്രമമല്ലേ അവരവിടെ ചെയ്തത്? അതെ, ഇവരുടെ ലക്ഷ്യം കാഫിറുകളില്ലാത്ത, കാഫിറുകളെ നശിപ്പിക്കുന്ന, ഇനിയും കാഫിറുകൾ ഉണ്ടെങ്കിൽ പോലും അവർ നികുതി തന്ന് ജീവിക്കുന്ന, അടിമകളെ പോലെ ജീവിക്കുന്ന ഒരു രാജ്യം പടുത്തുയർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് അതിനുവേണ്ടി വിദേശത്ത് നിന്ന് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്, സഹകരണങ്ങളും മോട്ടിവേഷൻസും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വീടുകളിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി വെച്ച് ഏത് രൂപത്തിലായിരുന്നാലും ശരി അവരെ ഇല്ലാതാക്കിക്കോ, ഞങ്ങൾ സഹായിച്ചോളാം എന്ന് പറഞ്ഞ് ഇവർ മോട്ടിവേഷനും നൽകുന്നു. നമുക്കറിയാം, ദീപാവലി ദിനത്തിൽ സംഘമേശ്വര ക്ഷേത്രത്തിൽ 22-കാരനായ ജമീഷ മൊബീൻ ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുക്കൾ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ പോയി പൊട്ടിത്തെറിച്ചത്. ഇതൊക്കെ ഇനിയും ആവർത്തിക്കപ്പെടും. നമുക്കിനിയും ഇതൊക്കെ കാണേണ്ടി വരും. നിസ്സഹായരായി നോക്കി നിൽക്കാം.